പിന്നെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഉണ്ടാകും, ജീവിതത്തിലൊരു വിജയം ഉണ്ടാകണം, ജീവിതം പ്രയത്നം, ഒരു പ്രയത്നിയാണ് ഈ ഒരു. ഇപ്പം ഇതിനകത്ത് നല്ലൊരു ഗെയിമറാണ് എന്ന് നമ്മൾ പറയാറുണ്ട് സിജോയെ പറ്റി, എല്ലാവരും പറയാറുണ്ട്. ഇപ്പോൾ ഈ തിരിച്ചു വന്നിട്ടാണെങ്കിൽ അവന് സംസാരിക്കാൻ കഴിയുന്നില്ലായിരുന്നു, ഗെയിമിലൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിഷയങ്ങൾ അവന് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ തരണം ചെയ്തെന്തുകൊണ്ടാണ് അറിയാവുക, അവൻ ആ കുട്ടിക്കാലം മുതലുള്ള അവൻ്റെ ആ ഉള്ളിൽ ആ ഒരു ഇതുണ്ട്. ഇവിടെ ചേട്ടാ ഒന്ന് വളരെ ബഹുമാനത്തോടു കൂടിയുള്ള സമീപനമാണ്, അല്ല മറ്റുള്ള പിള്ളേർ പോലൊന്നുമല്ല. നമ്മൾ അതുകൊണ്ട് വ്യത്യസ്തനാണ്. അവനത് കിട്ടിയത് തന്നെ അവന് വലിയ ഇതാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. സന്തോഷമാണ് സിയോ. മിടുക്കനായ കൂട്ടം തന്നെയാണ് കേട്ടോ, ഞങ്ങളുടെ ചങ്കാണ് സിയോ. നമ്മൾ ഒന്നിച്ച് ഇളയാലും കൂടെ ഉണ്ടാവും, നമുക്ക് ഒന്നിച്ച് കളിച്ചു തുടങ്ങുന്ന ടീമാണ്. സ്വന്തമായിട്ട് തന്നെ പ്രയത്നിച്ചാണ് ഈ ചാനൽ തുടങ്ങി. അതിൽ 3 വർഷം 2 വർഷം വർക്ക് ചെയ്ത് സ്വന്തമായിട്ട് തന്നെ കയറി വന്ന വ്യക്തിയാണ് സിയോ. നമ്മുടെ അയൽവക്കം എന്ന് പറയുമ്പോൾ നമ്മുടെ അയൽവാസി ഇത്ര വേദിയിലെത്തിയെന്ന് പറയുന്നത് വളരെ സന്തോഷകരമാണ്. പഠിക്കുന്ന കാലത്തും അധ്യാപകനായിട്ടും എല്ലാം ആ നല്ലൊരു ക്യാരക്ടറും പിള്ളേരെ പഠിപ്പിക്കുന്ന രീതിയിലാണെങ്കിലും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. അവൻ അതേപോലെ സ്ട്രെയിൻ എടുത്തതിന് ശേഷമാണ് ആ ലെവലിലേക്കൊക്കെ വന്നത്. അപ്പോൾ സാധാരണഗതിയിലുള്ള ഒരു യൂത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കത്തിലേ തന്നെ അതൊക്കെ ഇട്ട് കളഞ്ഞിട്ട് പോയാന്. കാര്യം അതുപോലൊരു പരാജയത്തിൻ്റെ വക്കിൽ നിന്നാണ് അവൻ വന്നത്. അടിച്ചവൻ അതൊരു പ്രൊമോഷനായിട്ട് എടുത്തതിനകത്ത് ഞങ്ങൾക്കൊരു വിഷമമുണ്ട്. നമസ്കാരം കേരള. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലെ പൂങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയാണ് നമ്മുടെ ബിഗ് ബോസിലെ സൂപ്പർ താരം സിജോയുടെ വീട്. അപ്പോൾ സിജോയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമ്മൾക്ക് ഇവിടെയുള്ള നാട്ടുകാരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ ഒരു ജോസി എന്നാണ്. സിജോൻ്റെ അടുത്ത അയലന്തരമാണ്, ഏറ്റവും അടുത്ത വീടാണ്. നമ്മുടെ ഒരു സ്വന്തം മകനെ പോലെ തന്നെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു ആളാണ് സിജോ. ചെറുപ്പം മുതലേ അറിയാല്ലേ? കുട്ടിക്കാലം നമ്മൾ എടുത്ത് വളർത്തിയ പയ്യനാണ്. ബിഗ് ബോസിലുള്ള അതേ ക്യാരക്ടറും അതേ ആറ്റിറ്റ്യൂഡും തന്നെയാണോ സിജോ? തീർച്ചയായിട്ടും നല്ല ലളിതമായ ആ ഒരു അവൻ്റെ നിഷ്കളങ്കമായ ചിരിയും എല്ലാം അത് നാച്ചുറലാണ്. ഇനി ബിഗ് ബോസ് എന്ന ഗെയിമിലെ സിജോ എങ്ങനെയുണ്ട്? ഉഷാറാണ്. പക്ഷേ ഇടയ്ക്കുണ്ടായ ഒരു ചെറിയൊരു പ്രശ്നം നമുക്കറിയാമല്ലോ. ആ ഒരു വിഷയത്തോടു കൂടിയാണ് ഒരു അല്പം ഞങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ അവൻ തരണം ചെയ്ത. പക്ഷെ അവൻ വരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കാരണം അവൻ്റെ ക്യാരക്ടറാണ്. അവൻ കുട്ടിക്കാലം മുതലെന്ന് പറഞ്ഞാൽ അവൻ പഠിത്തത്തോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും, അതുപോലെ തന്നെ എല്ലാ കലാരംഗത്താണെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാ രംഗത്തും അവൻ നിറഞ്ഞു നിൽക്കുന്നൊരു സാന്നിധ്യമാണ്. പിന്നെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഉണ്ടാവും, ജീവിതത്തിലൊരു വിജയം ഉണ്ടാകണം, ജീവിതം പ്രയത്നം, ഒരു പ്രയത്നിയാണ് ഈ ഒരു. ഇപ്പം ഇതിനകത്ത് നല്ലൊരു ഗെയിമറാണ് എന്ന് നമ്മൾ പറയാറുണ്ട് സിജോയെ പറ്റി, എല്ലാവരും പറയാറുണ്ട്. അതേപോലെ തന്നെ ജീവിതത്തോടും അവന് ഭയങ്കര ഒരു പടവട്ടൽ, ഒരു കൊച്ചുകാലം മുതൽ അവൻ്റെ ആ ജീവിതം ഭയങ്കര ഇതാണ് കേട്ടോ. കാരണം അവനിപ്പോൾ വിദ്യാഭ്യാസമുണ്ട്, അവന് എന്ത് ചെയ്യാനും മടിയില്ലാത്തവണ്, എന്ത് ജോലി ചെയ്യണമെങ്കിൽ അവനത് ചെയ്യും. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും എത്തിച്ചേരണമെന്നൊരു ലക്ഷ്യം സിജോക്കുണ്ട്. അപ്പോൾ അതിൻ്റെ വിജയം ഉണ്ടാകും. കാരണം ഒരു ജീവിതത്തിൽ നമ്മളൊരു മുന്നോട്ട് പോകുന്നത് വളരെ ഒരു പ്രയത്നത്തോടുകൂടി കഷ്ടപ്പാടോടുകൂടി ആണെങ്കിൽ അതിൻ്റെ ഒരു പ്രയത്നം അവനുണ്ടാകണമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ ബിഗ് ബോസ് അവൻ്റെ ഒരു തുടക്കമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. അവിടെ ഒരു സെലക്ഷൻ കിട്ടിയത് തന്നെ അവൻ്റെ ഒരു തുടക്കത്തിന്, ആ ഒരു ജീവിതത്തിലെ ഒരു വലിയ വിജയത്തിനുള്ള തുടക്കം. ഇപ്പോൾ അവനത് വിന്നറാകുകയോ ആകാതിരിക്കുകയോ ചെയ്താൽ പോലും ഞങ്ങൾക്ക് സങ്കടമില്ല, ആകണം എന്ന് തന്നെയാണ് ഇവിടെ ആഗ്രഹം. പിന്നെ ഇപ്പോൾ ആയില്ലെങ്കിൽ ഇപ്പോൾ എത്ര പേര് മത്സരിക്കുന്നതല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റും. ഇടയ്ക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അവർ ഇടിച്ചു കയറുമായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്നിട്ടാണെങ്കിൽ അവന് സംസാരിക്കാൻ കഴിയുന്നില്ലായിരുന്നു, ഗെയിമിലൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിഷയങ്ങൾ അവന് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ തരണം ചെയ്തെന്തുകൊണ്ടാണ് അറിയാവുക, ഇവൻ ആ കുട്ടിക്കാലം മുതലുള്ള അവൻ്റെ ആ ഉള്ളിൽ ആ ഒരു ഇതുണ്ട്, ജീവിക്കണം, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ എത്തിച്ചേരണം, ഒരു വലിയൊരു ആളാകണം, ഒരു ആഗ്രഹമൊക്കെ ഉള്ളൊരു ആളാണ്. അപ്പോൾ അത് ഈ ബിഗ് ബോസ് ഒരു തുടക്കമായിരിക്കുമെന്ന് മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇനി അവൻ്റെ ജീവിതത്തിൽ ഇത് ഒരു തുടക്കമാണ്, ഇനി മുന്നേറാനുള്ളൊരു ചവിട്ടുപടിയായിട്ട് നമ്മളിതിനെ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ റോക്കി ആയിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നപ്പം അത്രയും പെയിൻ അനുഭവിച്ചിട്ട് ആള് വന്നിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല ലാലേട്ടാ, എനിക്ക് പരാതികളില്ല, ബിഗ് ബോസിനോടാണെങ്കിലും പറഞ്ഞു. ആളങ്ങനെ ഒരു ലളിതമായി തന്നെ എല്ലാത്തിനെയും എല്ലാത്തിനും അങ്ങനെ കാണുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ വെച്ച് കണ്ടാലും ശരി, ഞങ്ങളിവിടെയൊക്കെ വളരെ നിഷ്കളങ്കമായിട്ട് ആ ചിരിയും ഇവിടെ ചേട്ടാ ഒന്ന് വളരെ ബഹുമാനത്തോടു കൂടിയുള്ള സമീപനമാണ്, അല്ല മറ്റുള്ള പിള്ളേർ പോലൊന്നുമല്ല. നമ്മൾ അതുകൊണ്ട് വ്യത്യസ്തനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അവൻ്റെ ജീവിത വിജയം ഉറപ്പാണ്. ജീവിത വിജയം ഉറപ്പാണ്. അപ്പോൾ നല്ല കാഴ്ചപ്പാടുള്ള പയ്യനാണ്. ഗെയിം അടിപൊളിയാണോ? ഗെയിം അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ല, ചില തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഇവർ സംസാരിക്കാൻ പറ്റുന്നില്ല, നല്ല രീതിയിൽ ഗെയിം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അവനോട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഞങ്ങളെല്ലാവരും. പക്ഷേ അതോട് ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ നന്നായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇനി സംസാരിച്ചോളാൻ പറഞ്ഞു, എനിക്കൊരു പ്രശ്നവുമില്ല, വളരെ ഹാപ്പിയാണ്. അതോടുകൂടി അവൻ നന്നായി ഇടിച്ചു കയറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വെല്ലുവിളിയുണ്ട്, നല്ല വെല്ലുവിളിയുള്ള 1-2 ക്യാരക്ടർ അതിനകത്തുണ്ട്, എങ്കിൽ പോലും അവൻ ഇടിച്ചു കയറി വിന്നറാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഹലോ, സിജോ എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു മകനാണ്. അത് നല്ലൊരു പയ്യനാണ്, എല്ലാവരുടെ നല്ല സൗമ്യമായിട്ട്. അവൻ ഒരു പാവപ്പെട്ടവനാണ്, അവൻ പഠിപ്പിച്ച് ഇത്തരം നിരവധി പഠിപ്പിച്ച് നല്ല ഒരു പയ്യനാണ് എന്ന് എനിക്ക് പറയാനുണ്ട്. പിന്നെ പള്ളിയിലും ഇവിടെയും എല്ലാ സ്ഥലത്തേക്കും വരി സ്നേഹം നല്ല സ്നേഹമുള്ള പയ്യനാണ്. അവനത് കിട്ടിയത് തന്നെ അവന് വലിയ ഇതാണെന്ന് പറഞ്ഞിരിക്കുകയാണ്.
സന്തോഷമാണ് സിജോ. സിജോ ജയിക്കണം എന്നാണ് ആഗ്രഹം. ആഗ്രഹം സിജോ ജയിക്കണം. എൻ്റെ ഓടത്തോടെ വെച്ചിട്ടുണ്ട്. സിജോ നമ്മുടെ പൂങ്കാവിൻ്റെ ഒരു അഭിമാനം കൂടിയാണ്. ബിഗ് ബോസ് കാണാറുണ്ട്. സിജോയെ സംബന്ധിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായതിൽ വളരെയധികം ദുഃഖവുമുണ്ട്. ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നുണ്ട്, അതിൽ വളരെയധികം ദുഃഖമുണ്ട് ഈ നാട്ടുകാർക്കെല്ലാം. അപ്പം അതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ഇതായി പിന്നെ മകൻ തന്നെയാണ് നമ്മുടെ കാര്യം, കൂട്ടുകാരൻ്റെ മോനാണ്. അതേപോലെ നല്ല ഇതായിട്ട് വിജയിച്ച് വരട്ടെ എന്ന് ആശിക്കുന്നു. ഇപ്പൊ ഗെയിമൊക്കെ ഉഷാറാണോ സിജോ ചേട്ടൻ്റെ? തീർച്ചയായിട്ടും ഗെയിമൊക്കെ ഉഷാർ തന്നെയാണ്, യാതൊരുവിധ സംശയമില്ല. എൻ്റെ മിടുക്കനായ കുട്ടനാണോ? മിടുക്കനായ കുട്ടൻ തന്നെയാണ് കേട്ടോ, ഞങ്ങളുടെ ചാങ്കാണ് കേട്ടോ. അവരെ ആക്സിഡൻ്റ് ഉണ്ടായതിന് ശേഷമുള്ള ഒരു പിക്കപ്പിൽ വരുന്നതേ ഉള്ളൂ. അതിനിപ്പോൾ ശരിയാവുമെന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. അവൻ ടോപ്പ് 5 എത്തും ഏതായാലും. ഗെയിമൊക്കെ ഉഷാറായി വരുന്നുണ്ട്. ഇതുവരെ അല്പം ഡൗൺ ആയിരുന്നു, ഇപ്പോൾ ഉഷാറായി വരുന്നുണ്ട്. ഇപ്പം സിജോ കുട്ടി പറയാമെങ്കിൽ നല്ല ഒരു പെർഫോമറാണ്, നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. ഇപ്പം 100% സിജോ ഈ കപ്പെടുക്കുന്ന തന്നെയാണ് വിശ്വാസം. ഞങ്ങൾ ഇവിടുത്തെ എല്ലാവരുടെയും പ്രാർത്ഥന അത് തന്നെയാണ്. നമ്മൾ ഫുൾ സപ്പോർട്ടാണ് സിജോക്ക് വേണ്ടി. നല്ലൊരു പെർഫോമറാണ് അവൻ, ശരിക്കും ആത്മാർത്ഥത കളിക്കുന്ന വ്യക്തിയാണത്. പിന്നെ നമ്മൾ ഇവിടുത്തെ നമ്മുടെ പൂങ്കാവിൽ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന സിജോക്ക് തന്നെയാണ്. ചെറുപ്പം മുതലേ അറിയോ സിജോ ചേട്ടനെ? പിന്നെ സിജോക്ക് നമ്മൾ ഒന്നിച്ച് എല്ലാവരും എന്നാലും കൂടെ ഉണ്ടാവും. നമ്മൾക്ക് ഒന്നിച്ച് കളിച്ചു വളർന്ന ടീമാണ്. നല്ല പയ്യനാണ്. മിടുക്കനാണോ? ഇല്ല, മിടുക്കല്ല. ഭയങ്കര സ്പിരിറ്റ്, ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെട്ട് എന്നാൽ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ്. അതെ, സിജോ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അവന് അത്യാവശ്യം വിദ്യാഭ്യാസം ക്വാളിഫിക്കേഷൻ ഉള്ള. അപ്പോൾ അവൻ എല്ലാം പറയുമായിരുന്നു. ഇപ്പോൾ അവന് വേറെ ജോലിക്ക് പോകാൻ മേലെ. അപ്പോൾ അവന് സ്വന്തമായ ഒരു എയിം ഉണ്ടായിരുന്നു. അവൻ എന്താണെന്നൊരു തീരുമാനം അവന് സ്വന്തമായിട്ടുണ്ട്. അങ്ങനെ അവൻ സ്വന്തമായിട്ട് തന്നെ ആയത് തന്നെയാണ് ഇത്രയും വന്നത് തന്നെ. അവൻ സ്വന്തമായിട്ട് തന്നെ പ്രയത്നിച്ചാണ് ഈ ചാനൽ തുടങ്ങി. അതിന് 2 വർഷം വർക്ക് ചെയ്ത് സ്വന്തമായിട്ട് തന്നെ കയറി വന്ന വ്യക്തിയാണ് സിജു. അത് അവനറിയാം, അവൻ്റെ കഴിവാനും അറിയാം. പക്ഷേ അവന് ഉറപ്പായിട്ട് ഇതിൽ കപ്പെടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വിശ്വാസമായും ചെയ്യും. അവൻ്റെ കഴിവ് മനസ്സിലാവുകയും ചെയ്യും. എങ്ങനെയുണ്ട് സിജോ ചേട്ടൻ്റെ ഗെയിമൊക്കെ? സിജോയുടെ ഗെയിം എന്ന് പറയാനായിട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് സിജോയെ പറ്റി ഈ പറയാനെന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു അഭിമാനമായി മാറിയിരിക്കുന്ന ഒരാളാണ്. നമ്മുടെ അയൽവക്കം എന്ന് പറയുമ്പം നമ്മുടെ അയൽവാസി ഇത്ര വേദിയിലെത്തിയെന്ന് പറയുന്നത് വളരെ സന്തോഷകരമാണ്. ഏകദേശം എനിക്ക് 4ാം ക്ലാസ് മുതൽ ഞാൻ ട്യൂട്ടോറിയൽ പഠിച്ചുകൊണ്ടിരുന്നതാണ് സിജോ. അതിനുശേഷം ആ ട്യൂട്ടോറിയൽ തന്നെ മാത്സ് അധ്യാപകനായിട്ട് കയറി. അപ്പോൾ പഠിക്കുന്ന കാലത്തും അധ്യാപകനായിട്ടും എല്ലാം ആ നല്ലൊരു ക്യാരക്ടറും പിള്ളേരെ പഠിപ്പിക്കുന്ന രീതിയിലാണെങ്കിലും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ളൊരു വേദിയിലേക്ക് വന്നത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. നല്ലൊരു രീതിയിലേക്ക് വിജയിച്ച് വരട്ടെ എന്നാണ് നമ്മളുടെ ഈ നാട്ടുകാരായിട്ട് നമ്മുടെ പ്രാർത്ഥന. ആൾ മിടുക്കനാണോ? നല്ല രീതിയിൽ എല്ലാ രീതിയിലും നല്ല കഴിവുള്ള വ്യക്തിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഠിക്കുന്ന കാലം മുതലേ പല കാര്യങ്ങളിൽ കഴിവുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ശേഷമാണെങ്കിലും ഇപ്പോൾ മാത്സ് എടുത്തു, SD കോളേജ് മാത്സ് എടുത്തു, അതിനുശേഷം BEd ചെയ്തു. ആ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഒരു കലാപരമായ കഴിവ് തന്നെയായിരുന്നു അധ്യാപനത്തിൽ പുള്ളിക്കുണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെ ആയിരിക്കാം പുള്ളിയുടെ കഴിവ് വേറൊരു ലെവലിലേക്ക് പോയത്. അപ്പോൾ ആ അധ്യാപനത്തിൽ നിന്ന് കിട്ടുന്ന പരിചയം തന്നെ ആയിരിക്കും ചിലപ്പം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ബിഗ് ബോസിലെ പരിപാടിയിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള കുറേ കഴിവുകളും കുറേ മൂവ്മെൻറ്റുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാകാം. അപ്പോൾ അത് നല്ല രീതിയിൽ വന്ന് നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടുകാർക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അതുപോലെ നമുക്കറിയാം ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അത് കണ്ടപ്പോഴൊക്കെ ഒരുപാട് വിഷമായിരുന്നു സിജോ. സർവൈവ് പേഴ്സണലായിട്ട് ബിഗ് ബോസിൽ അതൊരു പേഴ്സണലായിട്ടൊരു വിഷമം ഉണ്ടായി. കാര്യം പിന്നെ ഒരു ശാരീരികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണല്ലോ ഉണ്ടായത്. പിന്നെ അത് പറയുമ്പോൾ പുള്ളിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ടാക്റ്റിക്കലായിട്ട് ഗെയിമിൽ സംബന്ധിച്ച് പുള്ളിയുടെ ഒരു വിജയമായിരുന്നു. പേഴ്സണലി അല്ലെങ്കിൽ ശാരീരികമായിട്ടൊരു അസ്വസ്ഥത ഉണ്ടായാലും ഗെയിമിൽ പുള്ളി അതൊരു വിജയിച്ചെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ഗെയിമിൽ അത് വിജയിച്ചു വന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ റിക്കവറി ആയി വന്നു. ഇനി അതിൽ നിന്ന് മുന്നേറി നല്ലൊരു രീതിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് സിജോയ്ക്ക്? പ്രേക്ഷകരോട് നമുക്ക് സിജോയ്ക്ക് വേണ്ടി മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു എല്ലാ രീതിയിലും മൾട്ടി ടാലൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ തികച്ചും പ്രേക്ഷകർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്താൽ അതിൻ്റെ അകത്തൊരു തെറ്റായി വരില്ല. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കും. അതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. എന്താ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് മനു എന്നാണ്. മുൻപ് എങ്ങനെയാണ് സിജോ ചേട്ടനായിട്ട് പരിചയം? ഞങ്ങൾ അയൽവാസികളാണ്. ഞങ്ങൾ കുഞ്ഞിലോട്ട് തന്നെ കളിച്ചു വളർന്ന ആൾക്കാരാണ്.
ബിഗ് ബോസിലുള്ള ആൾ തന്നെയാണോ ശരിക്കും സിജോ ചേട്ടൻ ലൈഫിലും? അതെ അതെ, അവൻ അതേ കണക്ക് തന്നെയാണ് ഗെയിം കളിക്കുന്നത്. ഇവിടുത്തെ പോലെ എങ്ങനെയാണോ അതേ കണക്കാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യലായിട്ടൊന്നും കാണിച്ചിട്ടില്ല, നന്നായിട്ട് തന്നെ ഗെയിം കളിക്കുന്നത്. നല്ല ഫിസിക്കലായി ഇപ്പം ആ ഒരു ചെറിയൊരു ഫിസിക്കൽ റിസൾട്ട് ഉണ്ടായിരുന്നല്ലോ, അതിനുശേഷം അവൻ ഇത്തിരി ചെറുതായിട്ട് ഒന്ന് ഡിമ്മായി പോയെങ്കിലും അവൻ റെഡിയായി വരുന്നുണ്ട്. ഫൈനലിലേക്ക് എത്തുമ്പം പക്കയായിട്ട് സെറ്റാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ആള് അതുപോലെ തന്നെ ഫിസിക്കൽ അസാൾട്ട് ഉണ്ടായിരുന്ന സമയത്ത് സാരില്ല പോട്ടെ ക്ഷമിച്ച് ഒഴിവാക്കുക. അപ്പോൾ ആളിങ്ങനെ എപ്പോഴും കൂളായിട്ടുള്ള എല്ലാവരോടും ക്ഷമാശീലൊക്കെയുള്ള. അതെ അതെ, അങ്ങനത്തെ ഒരു വ്യക്തി തന്നെയാണ്. ആവശ്യമില്ലാതെ ആരോടും കിട്ടുകാരനും അങ്ങനെ പോകുന്ന ആളൊന്നുമല്ല. എല്ലാവരോടും കാമൻ കോയിട്ടായിട്ട് സംസാരിക്കുന്ന ആളാണ്. ഗെയിം എങ്ങനെയുണ്ട്? ഗെയിം നന്നായിട്ട് പോകുന്നുണ്ട്. അവിടെ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയത് സിജോ ആണ്. പിന്നെ ആ ചെറിയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവനിത് ചെറുതായിട്ടൊന്ന് ബാക്കിലോട്ട് പോയായിരുന്നു. എന്നാലും ഇപ്പം കത്തിക്കേറി വരുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരെന്ന് വെച്ചാൽ അവന് സപ്പോർട്ട് ചെയ്യുക. അന്ന് കുറച്ച് നമ്മുടെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്, പക്ഷെ ആ ഒരു ലെവലിൽ നിന്ന് നല്ലൊരു ഹൈറ്റിലേക്ക് അവൻ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക, കപ്പെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സിജോ ചേട്ടൻ്റെ ചെറുപ്പം മുതലേ അറിയാവോ? ചെറുപ്പം മുതലേ അറിയാം. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവനാണ്, ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുള്ളവനാണ്. അപ്പോൾ അവനെപ്പോലുള്ള ആളുകളെയൊക്കെ ആണ് സമൂഹത്തിന് ഏറ്റവും വലിയൊരു കാര്യം. ഞങ്ങളുടെ ഇവിടുത്തെ യൂത്തിന് അവനൊരു ഐക്കണാണ്. എങ്ങനെയുണ്ട്? ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് സമയമുള്ളപ്പോഴൊക്കെ കാണാറുണ്ട്. പ്രത്യേകിച്ച് അവൻ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ അവൻ അതിനകത്തുള്ളപ്പോഴത്തേക്കും, പ്രത്യേകിച്ച് പണ്ടൊന്നും കാണത്തില്ലായിരുന്നു, പക്ഷേ ഇവൻ വന്നപ്പോഴത്തേക്കൊന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഗെയിംസ് ഒക്കെ എങ്ങനെയുണ്ട്? ഉഷാറാണോ? ഗെയിംസ് ഒന്നും കുഴപ്പമില്ല. അവന് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇനി പ്രേക്ഷകരാണല്ലോ അതുകൂടി തീരുമാനിക്കണ്ടേ. ഈ ചെറുപ്പം മുതൽ ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. കാര്യം അവൻ്റെ ചില വിഷൻ തന്നെ നടപ്പിലാക്കാൻ വേണ്ടി അവൻ അത്രമാത്രം സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ തന്നെ അവൻ അതേപോലെ സ്ട്രെയിൻ എടുത്തതിന് ശേഷമാണ് ആ ലെവലിലേക്കൊക്കെ വന്നത്. അപ്പോൾ സാധാരണഗതിയിലുള്ള ഒരു യൂത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കത്തിലേ തന്നെ അതൊക്കെ ഇട്ട് കളഞ്ഞിട്ട് പോയാന്. കാര്യം അതുപോലൊരു പരാജയത്തിൻ്റെ വക്കിൽ നിന്നാണ് അവൻ വന്നത്. അപ്പം സിജോ ചേട്ടൻ ജയിക്കണം എന്നാണ് ആഗ്രഹം? പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെയും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ അതിനകത്ത് മത്സരിക്കുമ്പോഴത്തേക്കും നമ്മളതല്ലേ ആഗ്രഹിക്കേണ്ടത്. എല്ലാ മത്സരാർത്ഥികളും നല്ലതാണ് എങ്കിൽ പോലും അവൻ ഒരു സ്പെഷ്യൽ കാര്യം നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ നാടിൻ്റെ ഒരു ഇതാണ്, അയൽവക്കക്കാരനാണ്. പിന്നെ ഈ നാടിന് ഒരു യൂത്ത് ഐക്കൺ എന്ന് തന്നെ പറയാം. മറ്റ് യാതൊരുവിധ ദുശീലങ്ങളും ഇല്ല സാറേ. അവനെക്കുറിച്ച് നമ്മളിത് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ആദ്യം ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, സിജോ ചേട്ടന് ഒരു അടി കിട്ടുന്ന ഒരു സംഭവം. അപ്പം നിങ്ങൾക്ക് എന്താ വിഷമായിരുന്നു? ഒരുപാട് വിഷമമായിരുന്നു. അതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അടിച്ചവൻ അതൊരു പ്രൊമോഷനായിട്ട് എടുത്തതിനകത്ത് ഞങ്ങൾക്കൊരു വിഷമമുണ്ട്. കാര്യം അത് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നൊരു മെസ്സേജ് വളരെ ഒരു തെറ്റിദ്ധാരണമായ ഒരു മെസ്സേജാണ്. ഒരാളെ നമ്മൾ ആ ഒരു സാഹചര്യം ഉണ്ടായതിന് ശേഷം അതിനൊരു പ്രൊമോഷനും അത് നല്ലതാണെന്നും ഒക്കെ ഒരു മെസ്സേജ്, അത് ഈ ബിഗ് ബോസിനോട് ചെയ്യുന്ന ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പോൾ എങ്ങനെയുണ്ട് സിജോ ചേട്ടൻ? ഉഷാറാണോ? ഉഷാറാണ്, നന്നായി കളിക്കുന്നുണ്ട്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, ഗെയിമിലെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ചെറുപ്പം മുതലേ അറിയാവോ? മിടുക്കനാണോ? മിടുക്കനാണ്. എന്നാലും എനിക്ക് കുറച്ചധികം ഇങ്ങനെ 10ാം ക്ലാസ്സിന് ശേഷം മാത്രമേ എനിക്ക് അറിയാവുള്ളൂ. അതിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇച്ചിരി ഒന്ന് പുള്ളി ആക്റ്റീവായിട്ട് പോകണം. അത് ശാരീരികമായുള്ള ആ ഒരു ബുദ്ധിമുട്ട് അത് പറഞ്ഞായിരുന്നു, ഈ കഴിഞ്ഞത് കണ്ടപ്പോഴേക്ക് പറഞ്ഞായിരുന്നു ശരിക്കും ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറിയിട്ടുണ്ട്, അത് കുഴപ്പമില്ല, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല, നന്നായി പോകാനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കറക്റ്റ് ചെയ്ത് വരും, നല്ല രീതിയിൽ കളിച്ചു വരും. സിജോനെ എനിക്ക് നേരത്തെ തന്നെ അറിയാം, കൊച്ചിലെ മുതലേ അറിയാം. നല്ല കുട്ടിയാണ്. ഇപ്പം ഒരുപാട് കഷ്ടപ്പെട്ടാണ് പുള്ളി ഇവിടം വരെയൊക്കെ എത്തിയത്. പുള്ളി നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പുള്ളി ജയിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം, ഞങ്ങളുടെ ഇവിടെയുള്ള എല്ലാവരുടെയും ആഗ്രഹം. അത് ദൈവം നടത്തി കൊടുക്കട്ടെ.